എസ് രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഗൾഫ് രാജ്യങ്ങളിലെ ജനജീവിതം അത് സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്നത് വലിയ ആശ്വാസകരമായ വാർത്തയാണ്. വിവിധ മേഖലകളിൽ ഇറാൻ ഇന്നും ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഡ്രോൺ ആക്രമണങ്ങളാണ്, ജനവാസ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല എന്നുള്ളതൊക്കെ വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ആശങ്കയൊക്കെ വെച്ച് നോക്കുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ പൊതുഗതാഗതം ഒക്കെ ഒരു സാധാരണ നിലയിലേക്ക് വരുന്നു. മാത്രമല്ല, വ്യോമമേഖല പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്ന നിലയായിരുന്നു, അത് ഭാഗികമായി പുനഃസ്ഥാപിക്കുന്നു. കൂടുതൽ വിമാന സർവീസുകൾ നടത്താൻ പറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊക്കെ ആശ്വാസകരമാണ്. എന്താണ് ഗൾഫ് മേഖലയിലെ പൊതുവായ സാഹചര്യത്തെ നമുക്ക് വിലയിരുത്തി ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക, രഞ്ജിത്ത്? റിജിത്ത്, ഗൾഫ് മേഖലയെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ആക്രമണത്തിന്റെ ഒരു തോത് കുറഞ്ഞിട്ടുണ്ട്, നാശനഷ്ടങ്ങളുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇന്ന് നടന്ന ആക്രമണങ്ങൾ നമ്മൾ പരിശോധിച്ചാലും അത് UAE ആയാലും അതുപോലെ തന്നെ ഖത്തർ ആയാലും ബഹ്റിനിലായാലും സൗദി അറേബ്യ ആയാലും വിവിധ രാജ്യങ്ങളിൽ നടന്ന ആക്രമണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് ഒന്നും ജനവാസ മേഖലകളിലായിരുന്നില്ല. അത് വിവിധ US സൈനിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളുടെ തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു അത്തരത്തിൽ ആക്രമണങ്ങൾ നടന്നത്. അതുതന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യം. ജനവാസ മേഖലകളിലേക്ക് ആക്രമണം ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ ജനജീവിതത്തെ അത് വലിയ തോതിൽ ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ UAE സംബന്ധിച്ച് സാധാരണ ഒരു നോർമൽ ലൈഫ് പോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ പുറത്തിറങ്ങുകയും വ്യാപാര സ്ഥാപനങ്ങളിൽ പോവുകയും പൊതുഗതാഗതത്തിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സുരക്ഷയുടെ ഭാഗമായി ചില നടപടികളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ ചില സ്ഥാപനങ്ങളിൽ വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഓഫീസിൽ പോകാം, അതല്ല വീട്ടിലിരുന്ന് ജോലി ചെയ്യാം എന്ന രീതിയിലാണ്. കൂടുതൽ ആളുകൾ ഓഫീസിൽ പോകുന്നുണ്ട്, എന്നാൽ കുറച്ച് ആളുകൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗ്ലോബൽ വില്ലേജ് ഇന്ന് 3-ാം ദിവസവും അടച്ചു. ഒപ്പം തന്നെ മറ്റ് ചില വിനോദ കേന്ദ്രങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ട് എങ്കിലും ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു സാധാരണ ജീവിതത്തെ അത് ഒരു തരത്തിലും അല്ലെങ്കിൽ കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. വിമാന സർവീസുകളുടെ ഒക്കെ കാര്യത്തിൽ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന അറിയിപ്പുകളൊക്കെ ഏത് തരത്തിലാണ്? കേരളത്തിലേക്കൊക്കെയുള്ള സർവീസുകളുടെ കാര്യത്തിലൊക്കെ ഏറ്റവും ഒടുവിലായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന അറിയിപ്പുകൾ എങ്ങനെയാണ്, രഞ്ജിത്ത്? അർജിത്ത്, തീർച്ചയായും വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിമാന സർവീസുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ വിമാന സർവീസുകൾ ഇപ്പോൾ സൗദിയിലേക്കും അതുപോലെ തന്നെ UAE-യിലേക്കും വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു വിമാന സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സ്പൈസ് ജെറ്റ് ഇന്ന് പ്രത്യേക വിമാന സർവീസ് ഇന്ന് തുടക്കം കുറിച്ചു. അതിനു പുറമെ ഇൻഡിഗോ പ്രത്യേക വിമാന സർവീസിന് ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രധാനമായും പ്രത്യേക വിമാന സർവീസ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇൻഡിഗോ അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സർവീസുകളെ സാധാരണ നിലയിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് ഈ പ്രാഥമികമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക സർവീസിന് തുടക്കം കുറിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഈ കുടുങ്ങിക്കിടക്കുന്നവരെ, അതായത് നേരത്തെ ഈ വിവിധ എയർലൈനുകളിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് അവരുടെ യാത്ര മുടങ്ങി നിരവധി ആളുകൾ വിവിധ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. തുടക്കത്തിൽ അവർക്കായിരിക്കും മുൻഗണന. ഈ ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികളാണ് പ്രത്യേകിച്ചും ഈ സ്പൈസ് ജെറ്റിന്റെ ആയാലും അതുപോലെ തന്നെ ഇൻഡിഗോയുടെ ആയാലും മറ്റ് വിവിധ വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനമാണ് പ്രധാനമായും അവർ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ദുബായ് വിമാനത്താവളം, ദുബായിലെ 2 വിമാനത്താവളങ്ങളും കഴിഞ്ഞ ദിവസം അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഭാഗികമായി സർവീസുകളും പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദുബായ് വിമാനത്താവളം ഈ യാത്രക്കാർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത എല്ലാവരും വിമാനത്താവളത്തിലേക്ക് വരേണ്ടതില്ല. അവർക്ക് കൃത്യമായ അറിയിപ്പ് ലഭിക്കും, എയർലൈനിൽ നിന്ന് കൃത്യമായ അറിയിപ്പ് ലഭിക്കും അവരുടെ യാത്രാ സമയം എപ്പോഴാണ് എന്നത് സംബന്ധിച്ച്. അല്ലെങ്കിൽ ഈ യാത്രക്കാർക്ക് എയർലൈനുകളുമായി ബന്ധപ്പെട്ട് അവരുടെ യാത്രാ സമയം ഉറപ്പാക്കാം. അതിനുശേഷം മാത്രമേ നിങ്ങൾ വിമാനത്താവളത്തിലേക്ക് വരേണ്ടതുള്ളൂ, അല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന നിർദ്ദേശങ്ങളാണ് പ്രധാനമായും വിമാന കമ്പനികൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോ ഖത്തറിലാണ് ഇന്നും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയത്. അത് ഇന്ന് കൂടിയാണ് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയത്. നാളെ
അങ്ങനെ ആയിരിക്കുമോ എന്നത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഇതുവരെയും വന്നിട്ടില്ല. അതും ഒരു സുരക്ഷാ നടപടികളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശവും അത്തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നത്. ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലൊക്കെ ഈ സുരക്ഷാ നടപടികളുടെ ഭാഗമായി ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ UAE-യിലായാലും ഈ ജനങ്ങളുടെ, ഇവിടുത്തെ താമസക്കാരുടെ ഫോണിലേക്ക് കൃത്യമായ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾ സുരക്ഷിതരായിരിക്കണം എന്നതടക്കമുള്ള സന്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ തോതിലുള്ള ഒരു ആശങ്കയില്ല. ജനജീവിതം പൂർണ്ണമായും ഒരു സാധാരണ നിലയിലേക്ക് എത്തുന്നു. UAE അടക്കമുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം അതാണ്. ശരി, എന്തായാലും ആശ്വാസകരമായ കാര്യങ്ങളാണ് ഗൾഫ് മേഖലയിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അവിടെ നിന്നുള്ള ഈ ആക്രമണത്തിന്റെ വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെയായി ഒരുപാട് പേർ അവിടെ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടായിരുന്ന ഒരു ആശങ്കയൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മാറുന്നു. ജനവാസ മേഖലകളിലേക്കൊന്നും ഇപ്പോൾ ആക്രമണം നടക്കുന്നില്ല. സാധാരണ നിലയിലേക്ക് അവിടുത്തെ ജീവിതം എത്തുന്നു. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുന്നു. വിമാന സർവീസുകളൊക്കെ വീണ്ടും ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും GCC രാജ്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ദുബായിൽ നിന്ന് S രഞ്ജിത്ത് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.